Hello friends, welcome back to our channel Air Life Captured. Hi guys, നമ്മൾ ലുലുവിൽ പോവാണ് ഗൈസ്. ഇക്കു ഉറങ്ങി ഗൈസ്. ഇക്കു നല്ല ഉറക്കം. നമ്മളിപ്പോൾ എവിടെ എത്തി? കഴക്കൂട്ടെത്താറായി. ഇന്നൊരു വീക്കെൻഡ് ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലുവിൽ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നാളായി നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട്. അപ്പോൾ ഇക്കൂനും കുറച്ച് നാളായി ലുലു പോകുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ലുലുവിൽ കൊണ്ടുപോകാം. നമ്മൾ ഫുൾ പനി പിടിച്ച് കിടപ്പിലായി പോയി. റോഡ് എത്ര നാളുകൊണ്ട് തുടങ്ങിയതാണ് ഇവിടെ പണി അല്ലേ? നമ്മൾ കുറച്ച് ദിവസമായിട്ട് പനിയായിട്ടൊക്കെ കിടപ്പിലായി പോയേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഫ്ലൈ ഓവർ തിരക്കായിരിക്കും ചിലപ്പോൾ വെള്ളിയാഴ്ച എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം. ഇക്കു ഉറങ്ങിപ്പോയി, രാവിലെ എണീറ്റത് കൊണ്ട് സുഖം ഉറക്കം. നല്ല അടിപൊളി റോഡാണ്. സ്മൂത്തായിട്ട് ടെക്നോ പാർക്ക്. സ്പീഡ് ട്രാക്ക് ആണോ അത്? ഇക്കു സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബുള്ളറ്റിൽ കയറാൻ പോയപ്പോഴത്തേക്കും കാല് സൈലൻസറിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ അവൻ കിടന്ന് ഉറങ്ങിപ്പോയി. ലുലു എത്തിയിരിക്കുന്നു. അത്യാവശ്യം ഇല്ല, ഇനിയേ തിരക്കാവുള്ളൂ രാത്രിയാവുമ്പോൾ. നമ്മൾ ലുലു എത്തിയിരിക്കുന്നു. നമ്മൾ ലുലു എത്തി. അതിനകത്ത് പാർക്കിംഗ് ഇല്ല, നമ്മളിനി ചുറ്റി വേണം പോവാൻ. ഞാൻ ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു, നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ഇതുപോലെ അല്ലായിരുന്നു. ഇക്കു ലുലു എത്തി മൊത്തേ. ഇക്കു എണീറ്റല്ലോ. എണീക്ക്. ഹായ് പറ, ഒരു ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ് പറ. ഇവിടുത്തെ പാർക്കിംഗ് ഫീസിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. എത്ര രൂപയ്ക്ക് ഷോപ്പ് ചെയ്താലും പാർക്കിംഗ് ഫീസ് വാങ്ങണം, അല്ലെങ്കിൽ റെസിപ്റ്റ് കാണിച്ചിട്ട് വാങ്ങാതിരിക്കണം എന്ന്. അല്ല, അങ്ങനെ ഒരു ഇത് കൊണ്ടുവരണമെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. വെറുതെ വന്നിട്ട് പോകുന്നവരെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇവിടെ പാർക്കിംഗ് കിട്ടിയാൽ ഭാഗ്യം, അല്ലെങ്കിൽ ചുറ്റി ചുറ്റി. അല്ല, ഇവിടെ അല്ലല്ലോ ചുറ്റണ, ഇവിടെ അല്ലല്ലേ? അല്ല, ഇവിടെ അല്ല ചുറ്റണ. അടുത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. എക്സിറ്റ് ആണ്. എവിടെയാ? ഒരിടത്തും ഗ്രീൻ കാണുന്നില്ലല്ലോ. പാർക്കിംഗ്
വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നീ ഒന്ന് സിനിമയ്ക്കൊക്കെ വന്ന് വരികയാണ്. ഓഫറാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. നമുക്ക് ഫൈനലി പാർക്കിംഗ് കിട്ടിയിരിക്കുന്നു. ഇക്കൂഷ് എത്തി. നടന്നു നടന്നു നടക്കും. G2 അല്ലേ? ഓക്കെ ഓക്കെ നോക്കിയാ ൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ലുലു. അവന് എവിടെ പോകണമെന്ന് ചോദിച്ചാലും ലുലുവിൽ പോകണമെന്നേ പറയാറുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇവിടെ വരാൻ അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് പക്ഷേ കാലൊക്കെ ഒന്ന് പൊള്ളിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രോളിക്കകത്ത് കയറി ഇരിപ്പായി കുറച്ച് നേരം. അത് കഴിഞ്ഞ് സഹിക്കാൻ പറ്റാത്ത അവൻ താഴെ ഇറങ്ങി കേട്ടോ. അപ്പോൾ കാല് അത്യാവശ്യം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നേ. പിറ്റേ ദിവസം ആയപ്പോഴാണ് നന്നായിട്ട് പൊള്ളി തൊലിയൊക്കെ ഇളകി. സ്കൂബിയുടെ സോപ്പ. ഇക്കു കാല് പൊള്ളിയോ മുട്ടെ? അയ്യോ ഇക്കുൻ്റെ കാല് പൊള്ളിയത് കണ്ടോ? ഷോ നമ്മളിനി എന്ത് ചെയ്യും? സാരല്ല കേട്ടാ, വീട്ടിൽ പോയിട്ട് മരുന്നിടാമേ. ഡോക്ടർ തന്നെ മണ്ണ് ഓടല്ലേ? തൊലി ഇളകി പോവും കേട്ടോ. അത് കാസ്ട്രോൾ, അതെല്ലാം കാസ്ട്രോളാ. അതെല്ലാം കാസ്ട്രോളാ, എല്ലാം കാസ്ട്രോളാ. കയ്യൊക്കെ തണുത്തല്ലോ മുട്ടേ. ചേട്ടൻ മറ്റേ പോർട്ടബിൾ സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ വഴി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് കൂടെയാണ് കേട്ടോ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ ബിൽ കൗണ്ടറിൽ ചെല്ലുമ്പോഴത്തേക്കും ഇക്കുവിന് ട്രോളിയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം അവന് തന്നെ എടുത്ത് വയ്ക്കണം കേട്ടോ. അല്ല നമ്മൾ വച്ച് കഴിഞ്ഞാൽ അവൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ എല്ലാം അവന് തന്നെ എടുത്ത് വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്തും അവൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ അവൻ അതെടുത്ത് ട്രോളിക്കകത്ത് ഇടും. അപ്പോൾ അതാണ് പൊതുവേ ഉള്ള ശീലം. അപ്പോൾ അത് അവനൊരു സന്തോഷമാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി കേട്ടോ. ഏകദേശം 8 മണിയൊക്കെ ആയി. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ഇപ്രാവശ്യം നമ്മൾ ബാർബിക്യൂ നേഷനിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് ബഫറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഫ്രൈഡേ ബഫറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ടറായിട്ട് നമ്മൾ സൂപ്പാണ് കേട്ടോ എടുത്തത്. പിന്നെ സൂപ്പ് അങ്ങനെ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ആവറേജ് ആയിരുന്നു കേട്ടോ. ഇറങ്ങരുതേ. അപ്പോൾ അവിടെ ബാക്കി മെയിൻ കോഴ്സസ് എല്ലാം നമ്മൾ സെൽഫ് സർവീസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കിവിടെ പാനിപ്പൂരി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നോർമലി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചേട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നീട് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ എടുത്തത്, ചിക്കൻ ബിരിയാണി. അപ്പം ഉള്ളതിൽ ഭേദം എന്നേ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുറച്ച് സാലഡ്സും അതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബട്ടർ നാൻ അതുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? പിന്നീട് നമ്മൾ ഈ ബട്ടർ നാനിൻ്റെ കൂടെ ചിക്കൻ കറി, പിന്നെ മഷ്റൂം, പനീർ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. എല്ലാം ഒരു ബിലോ ആവറേജ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ബിരിയാണിയാണ് ഉള്ളതിൽ ബെറ്റർ എന്ന് നമുക്ക് പറയാം.
പിന്നീട് നമ്മൾ ഡെസേർട്ട്സ് ആയിട്ട് നമ്മൾ ഗുലാബ് ജാമുൻ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പാൽപ്പായസം, സേമിയ പായസമായിരുന്നേ, പിന്നീട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യണം എന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് നമ്മൾ കേക്ക്സ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് കേക്ക്, സ്ട്രോബെറി കേക്ക്, അങ്ങനെ കുറച്ച് കേക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു പാൽ പേട പോലെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ മാംഗോ പുഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം. അത് കൊള്ളാമോ? കുഴപ്പമില്ല. നമ്മൾ ഡെസേർട്ട്സ് കഴിച്ചപ്പോഴും മെയിൻ കോഴ്സ് പോലെ തന്നെയായിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ വല്ലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഒരു ആവറേജ്, ബിലോ ആവറേജ് ആ ഒരു റേഞ്ച് തന്നെയായിരുന്നു കേട്ടോ എല്ലാം. അപ്പോൾ ഈ കേക്ക്സ് പോലും നല്ല ഹാർഡായിട്ടായിരുന്നു വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ മേടിച്ച സാധനങ്ങളൊക്കെ ട്രോളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് മുകളിലേക്ക് വന്നത്. പിന്നെ നമ്മൾ അവിടെ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പാർക്കിങ്ങിലേക്ക് പോയേ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും മിക്കു നല്ല ഹാപ്പി ആയി കേട്ടോ. അവൻ കുറേ നാളായി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഫുള്ള് സ്കൂളും വീട് അങ്ങനെ ആയിട്ടൊക്കെ ആയിരുന്നു കുറേ ദിവസമായിട്ട്. പനിയൊക്കെ ആയിട്ട് എങ്ങും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവൻ ഫുൾ ഹാപ്പി ആയിരുന്നു. നമുക്ക് വീട്ടിൽ പോവാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രോളിയൊക്കെ അവന് സ്വന്തമാണ് കേട്ടോ. അവൻ തന്നെയാണ് ഫുള്ളും ഇത് ഉന്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞു ട്രോളി ആണെങ്കിൽ പോലും അത് അവന് തന്നെ വേണം. അങ്ങനെ നമ്മൾ നേരെ പാർക്കിങ്ങിലേക്കാണ് കേട്ടോ പോയത്. കുഷൻ അയ്യോ ഇടിച്ചേ, ആക്സിഡൻറ്റ്. പോട്ടെ. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായിപ്പോയി അല്ലേക്കു. ബിരിയാണി കഴിച്ച് കുമ്പ വീത്തോ. വീണ്ടും ആക്സിഡൻ്റ് ആയി ഗൈസ്. നമ്മുടെ വണ്ടി ഏതായിക്കൂ? നമ്മുടെ വണ്ടി ഏതാ? കണ്ടുപിടിച്ചേ. വണ്ടി കണ്ടുപിടിച്ചേ. ഇവിടെ നിൽക്കാം. ഗൈസ് 9:45. നമ്മൾ എപ്പോഴാണ് വന്നത്? നമ്മൾ 7 മണിക്കാണ് വന്നത്. ഇതിനകത്ത് കയറിയ സമയം പോകുന്നതേ അറിയില്ല അല്ലേക്കു. എന്താ സൗണ്ട്? ഇനി എവിടെ? ഇനി എവിടെയാ കറങ്ങേണ്ടേ? ഇതുവഴി കറങ്ങുന്ന കാര്യമാണോ പറഞ്ഞേ? ഓക്കെ. അമ്മ വിചാരിച്ചു നമുക്ക് വേറെ കറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്.
തളർന്നു ഗൈസ്. ഗൈസ് നമ്മൾ പോകുവാണ്. രാത്രിയായി പൊന്ന 10 മണിയായി. പക്ഷെ നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് 9:45 വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാരും കറങ്ങാൻ ഇറങ്ങുന്നതേ ഉള്ളൂ. അയ്യോ അയ്യോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ വെച്ച് കാണാം. അതുവരേക്കും Bye bye.